സംഘർഷ സാഹചര്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ ഇന്ത്യയെ മുൻനിർത്തുകയാണ് രാജ്യങ്ങൾ. ഇപ്പോഴത്തെ ഇന്ത്യയുമായി ഇറാൻ അടുത്ത ബന്ധം സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാന്റെ നാടുകടത്തപ്പെട്ട കിരീടാവകാശി. ആഗോള വെല്ലുവിളികൾക്ക് കൂടുതൽ ആഴത്തിലുള്ള അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണെന്ന് റസാ പഹ്ലവി വാദിച്ചു. അവ പരിഹരിക്കുന്നതിൽ ഇന്ത്യ പ്രധാനമായിരിക്കുമെന്ന് എടുത്തു കാണിക്കുകയും ചെയ്തു. ജനാധിപത്യ ഇറാൻ ഇന്ത്യയുമായി അടുത്തതും സഹകരണപരവുമായ ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് ഇറാന്റെ നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസാ പഹ്ലവി വെള്ളിയാഴ്ചയാണ് വ്യക്തമാക്കിയത്. പരമാധികാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരേ മൂല്യങ്ങൾ പാലിക്കുകയും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും വ്യത്യസ്ത മേഖലകളിൽ ഞങ്ങളുമായി പങ്കാളികളാവുകയും ചെയ്യുന്ന ഏതൊരു രാജ്യവുമായും സാധ്യമായ ഏറ്റവും മികച്ച ബന്ധം പുലർത്താൻ ഒരു ജനാധിപത്യ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഒരു വാർത്താ സമ്മേളനത്തിൽ പഹ്ലവി പറഞ്ഞു. ആധുനിക ചരിത്രത്തിൽ ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇറാൻ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഓർമ്മിച്ചു, ആ സമയത്ത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. അതിനാൽ ആ ബന്ധം വളരെ കാലം പഴക്കമുള്ളതാണ്. ഇന്ത്യയുടെ നാഗരികത പൈതൃകത്തെ പ്രശംസിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കും അവരുടെ ചരിത്രങ്ങളിൽ അഭിമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സമ്പന്നമായ ഒരു സംസ്കാരമാണ്. ഇന്ത്യയിലും നാം നിരീക്ഷിക്കുന്ന സമ്പന്നമായ ചരിത്രമാണ്. രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് വളരെ അധികം അഭിമാനിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ നല്ല ബന്ധത്തിനും സഹകരണത്തിനും സ്വാഭാവികമായ ഒരു പാതയായിരിക്കും. ആഗോള വെല്ലുവിളികൾക്ക് കൂടുതൽ ആഴത്തിലുള്ള അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണെന്ന് പഹ്ലവി വാദിച്ചു. അവ പരിഹരിക്കുന്നതിൽ ഇന്ത്യ പ്രധാനമായിരിക്കുമെന്ന് എടുത്തു കാണിച്ചു. നമ്മുടെ ഗ്രഹത്തിൽ നമുക്ക് നേരിടാൻ നിരവധി വെല്ലുവിളികളുണ്ട്. നമുക്ക് ഊർജ പ്രശ്നങ്ങളുണ്ട്, ജനസംഖ്യാ പ്രശ്നങ്ങളുമുണ്ട്, നമുക്ക് ഊർജക്ഷാമ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ജല പ്രതിസന്ധി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ശക്തിയെ പ്രശംസിച്ച അദ്ദേഹം സാങ്കേതിക വിദ്യയുടെയും വൈദഗ്ധ്യത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യ ഒരു മുൻനിര രാജ്യമാണെന്ന് പറഞ്ഞു. പുതിയതും പുനരുപയോഗിക്കാനാവുന്നതുമായ ഊർജ മേഖലകളിലേക്കും മറ്റ് ഉയർന്നു വരുന്ന മേഖലകളിലേക്കും സഹകരണം വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും വിദഗ്ധർ, സംരംഭകർ, ബിസിനസ് സമൂഹങ്ങൾ എന്നിവ തമ്മിലുള്ള അടുത്ത ഇടപെടലിനായി താൻ ആഗ്രഹിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. നമ്മുടെ വിദഗ്ധർ, സംരംഭകർ, ബിസിനസ് മേഖല, നമ്മുടെ ഇന്ത്യൻ എതിരാളിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന മറ്റാരെങ്കിലും എന്നിവ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മോചിതരായി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും പുതിയൊരു അധ്യായം ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറാനും ഇന്ത്യയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക ബന്ധങ്ങൾ പങ്കിടുന്നു. സാഹിത്യം, ഭാഷ, വ്യാപാര ബന്ധങ്ങൾ ഉൾപ്പെടെ 20ാം നൂറ്റാണ്ടിന്റെ ഭൂരിഭാഗവും അടുത്ത ബന്ധം നിലനിർത്തി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പ്രാദേശിക രാഷ്ട്രീയം, ഉപരോധങ്ങൾ, ഊർജ പരിഗണനകൾ എന്നിവയാൽ സമീപ വർഷങ്ങളിൽ രൂപപ്പെട്ട ബന്ധങ്ങൾ വികസിച്ചു. മാത്രമല്ല, ഇറാനുള്ളിൽ ആശയവിനിമയം പുനഃസ്ഥാപിക്കുന്നതിന് ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുക, ഇറാനിയൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുക, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക, സ്റ്റാർലിങ്ക് പോലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കുക എന്നിവയ്ക്കും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇറാനിയൻ ജനത നിർണായക നടപടി സ്വീകരിക്കുകയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം അവരോടൊപ്പം പൂർണ്ണമായും പങ്കുചേരേണ്ട സമയമാണെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധക്കാരെ പിന്തുണയ്ക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും പഹ്ലവി പറഞ്ഞു. പ്രകടനക്കാരെ കൊല്ലുന്നതിനെതിരെ ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ വധിച്ചാൽ US വളരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഏതൊരാക്രമണവും മേഖലയിലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾക്കെതിരായ പ്രതികാര നടപടികളിലേക്ക് നയിക്കുമെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുൻകരുതലുകൾ എന്ന നിലയിൽ ഖത്തറിലെ ഒരു പ്രധാന വ്യോമതാവളത്തിലെ ജീവനക്കാരെ US-ഉം UK-യും കുറച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.